മിഷൻ ബോൺ ബോട്ടിൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഐബലിന്റെ കോഡ്ലെസ് ഇമ്പാക്ട് റേഞ്ച് ആണ്. നമ്മൾ വണ്ടികളുടെ ഒക്കെ നെറ്റ് ബോൾട്ട് അടിക്കാനായിട്ടൊക്കെ ഈസി ആയിട്ട് വർക്ക്ഷോപ്പുകളിലും അതുപോലെ നമ്മൾ സ്വന്തമായിട്ടും പലരും ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് കോഡ്ലെസ് ഇമ്പാക്ട് റേഞ്ച്. അത് നമ്മുടെ ഐബലിന്റെ ബ്രാൻഡിലാണ് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കുന്നത്. ഐബലിൽ കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഐബലിന്റെ 1 സീരീസിൽ നമുക്ക് ഒരുപാട് മെഷീൻസ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട്. കോഡ്ലെസിന്റെ കട്ടർ, കോഡ്ലെസ് ചെയിൻസോ, കോഡ്ലെസ് ഡ്രില്ല്, അതേ ബാറ്ററിയിൽ തന്നെ നമ്മുടെ ഈ 1 പവർ സീരീസിൽ വരുന്ന അതേ ബാറ്ററിയിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ഇമ്പാക്ട് റേഞ്ച്. ഈ ഇമ്പാക്ട് റേഞ്ചിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ നമുക്ക് സാധാരണ അതിന് മുന്നേ നമ്മുടെ കുറഞ്ഞ ഉള്ള ഇമ്പാക്ട് റേഞ്ചുകൾ, അതായത് നമ്മുടെ മാർക്കറ്റിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയണം. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ വരുന്ന ഒരുവിധം എല്ലാ ബ്രാൻഡുകളും, ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഇമ്പാക്ട് റേഞ്ച് ഇറക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന, അപ്പോൾ ഇതിന്റെ പ്രൈസിലോട്ട് നമുക്ക് എത്താം. അതിന് മുന്നേ തന്നെ ഇതിന്റെ ഈ ഒരു മെഷീന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഐബലിന്റെ വാറണ്ടിയും കാര്യങ്ങളാണ് ആദ്യം നമ്മൾ എപ്പോഴും 1 സീരീസിൽ ഒരു എടുത്തു പറയേണ്ട കാര്യം. നമുക്ക് ഈ ഒരു മെഷീന് നമുക്ക് ഐബലിന്റെ 500 NM ഇമ്പാക്ട് റേഞ്ചും വരുന്നുണ്ട്, അതുപോലെ 300 NM ഇമ്പാക്ട് റേഞ്ചും വരുന്നുണ്ട്. 300 NM ഇമ്പാക്ട് റേഞ്ച് നമുക്ക് സാധാരണ നമ്മുടെ ഒരു ബൈക്ക് വർക്ക്ഷോപ്പുകൾ, അതുപോലെ നമ്മുടെ ഒരു ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പുകളൊക്കെ ഉപയോഗിക്കാവുന്ന മെഷീനാണ്. കുറച്ചുകൂടി ഹെവി ആയിട്ട് നമ്മുടെ കാറ്, അതുപോലെ ബൊലേറോ, ടവേറ അങ്ങനെയുള്ള കുറച്ച് ഹെവി ആയിട്ടുള്ള വണ്ടികളും, അതുപോലെ നമ്മുടെ ട്രാവലർ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു 500 NM. ഇതിന് മുകളിലേക്കുള്ള ആവശ്യമുള്ള ഇമ്പാക്ട് റേഞ്ചുകൾ ആവശ്യമാണ്. കാരണം വലിയ ടോറസ് കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളത് നമുക്ക് ആവശ്യമാണ്. അത് ഐബലിനില്ല, വേറെ ബ്രാൻഡുകൾക്കുണ്ട്. ഓക്കെ, നമ്മൾ ഈ 2 ബ്രാൻഡുകളുടെ ഈ 2 ഐറ്റമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകളും ഇത് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളും നമുക്ക് ഇതിന്റെ വിശേഷങ്ങളും കാണാം. ഓക്കെ, നമ്മൾ 300 NM ഇമ്പാക്ട് റേഞ്ചിലോട്ട് വരുമ്പോൾ ഈ മെഷീന്റെ പ്രത്യേകത വരുന്നത് 300 NM ചെറിയ, ഞാൻ പറഞ്ഞില്ല, ബൈക്ക് വർക്ക്ഷോപ്പുകൾ, അതുപോലെ ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കാവുന്ന മെഷീനാണ്. ഇതിന്റെ നോ ലോഡ് സ്പീഡ് വരുന്നത് സിംഗിൾ സ്പീഡിൽ നമുക്ക് 1800 RPM, അതുപോലെ 2250 RPM, 3000 RPM 3 സ്പീഡിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റും. 1/2 ഇഞ്ച് സ്ക്വയർ ഡ്രൈവ് ആണ് ഇതിന് വരുന്നത് കേട്ടോ. നമ്മൾ ഇതിന്റെ മെഷീൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിങ്ങനെയാണ് വരിക. മെഷീൻ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു മെഷീനാണ് വരിക, വളരെ ഈസിയാണ്. ഇതിൽ നമുക്ക് ഇതിനുള്ള നമ്മൾ സ്റ്റാറിന്റെ വിറ്റൊക്കെ ഇട്ട് നമുക്ക് അടിക്കുകയും ചെയ്യാം കേട്ടോ. സ്റ്റാർ സ്ക്രൂ ചെയ്യാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതോടെ ഇരിക്കട്ടെ. നിലവിൽ നമ്മുടെ ഈ മെഷീന് ഇപ്പോൾ 1.5 വർഷം വാറണ്ടി ഇതിന്റെ മോട്ടറിന് കൊടുക്കുന്നുണ്ട്. 300 NM മെഷീന് നമുക്ക് നിലവിൽ 1.5 വർഷം ഇതിന്റെ മോട്ടോർ വാറണ്ടി വരുന്നുണ്ട്. 1 ഇയർ ബാറ്ററി വാറണ്ടി വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഈ ഒരു മെഷീന്റെ വില വരിക, മെഷീൻ വിത്ത് 2 ആംപിയറിന്റെ ഒരു ബാറ്ററി അടക്കം നമുക്ക് റേറ്റ് വരിക 5300 രൂപയാണ് ഈ ഒരു മെഷീന്റെ റേറ്റ് വരിക. ചെറിയ മെഷീന്റെ ഈ പ്രൈസ് റേഞ്ചിൽ 1.5 വർഷം മോട്ടറിന് വാറണ്ടി, അതായത് ഇതിന്റെ ബ്രഷ്ലെസ് മോട്ടറാണ് അത്. ഏറ്റവും വളരെ കോമ്പാക്ട് ആയിട്ടുള്ള നല്ലൊരു ബ്രഷ്ലെസ് മോട്ടറാണ് വരുന്നത്. ഈ ബ്രഷ്ലെസ് മോട്ടറിന് നമുക്ക് 1.5 വർഷം മോട്ടോർ വാറണ്ടിയും വരും. ബാറ്ററിക്ക് നമുക്ക് 1 ഇയർ വാറണ്ടിയും വരുന്ന വേറൊരു കമ്പനിയും നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി വൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെഷീൻ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 5300 രൂപയ്ക്ക് നമുക്ക് 1.5 വർഷം മോട്ടോർ വാറണ്ടിയും 1 ഇയർ ബാറ്ററി വാറണ്ടി എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ്. നല്ലൊരു പ്രൈസ് റേഞ്ച്, ഏറ്റവും നല്ല പ്രൈസ് റേഞ്ചാണ്. 1 സീരീസിന്റെ നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതിന്റെ ബാറ്ററി നമുക്ക് ഇതിൽ അറിയാൻ പറ്റും, എത്ര കട്ട ബാറ്ററി ഉണ്ടെന്ന് കാണിക്കും. അതുപോലെ നമുക്ക് ഇതിൽ ടോർക്ക്, നമ്മുടെ ഇതിൽ നമ്മൾ സ്പീഡ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 3 സ്പീഡ്, 1 2 3 അങ്ങനെ 3 സ്പീഡിൽ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് നോർമലി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള 500 NM ഇമ്പാക്ട് റേഞ്ച്, കുറച്ചും കൂടി നല്ല ഹെവി ആയിട്ടുള്ള നമുക്ക് കഴിക്കാനുള്ള ഹെവി ആയിട്ടുള്ള മെഷീൻ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് കാണാവുന്നതാണ് കേട്ടോ. വാറണ്ടി കാർഡ് കാര്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്. 19ന്റെ 21ന്റെ 2 ബോക്സുകൾ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. ഒരു 4 ആംപിയറിന്റെ ബാറ്ററി, ചാർജർ. ഇതാണ് നമ്മുടെ 500 NM ഇമ്പാക്ട് റേഞ്ച്. നമ്മൾ ഈ മെഷീൻ ആദ്യം കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഇറങ്ങിയിരുന്ന സമയത്ത് ഐബലിന്റെ എല്ലാ മെഷീനെ പോലെ തന്നെ 1 സീരീസ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി. അതായത് ഇങ്ങനെ ബോക്സ് ഒന്നും ഇല്ലാണ്ട് മെഷീൻ മാത്രമായിട്ടാണ് ഇറങ്ങിയിരുന്നത്. അപ്പൊ നമുക്ക് മെഷീൻ മാത്രം വേണമെങ്കിൽ മെഷീൻ മാത്രം വാങ്ങാം, ബാറ്ററി വേറെ വാങ്ങാം. അപ്പൊ ആൾക്ക് പലർക്കും ഇത് കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ കമ്പനി ഇറക്കിയിട്ടുള്ളതാണ് ഒരു പ്ലാസ്റ്റിക് ബോക്സിലാക്കി ഒരു 4H ബാറ്ററി അടക്കം ഇങ്ങനൊരു പാക്ക്. ഓക്കെ, നമുക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെഷീനാണ് കേട്ടോ. 1/2 ഇഞ്ച് സ്ക്വയർ ഡ്രൈവിൽ വരുന്നതാണ്. ഇതിന്റെ നോ ലോഡ് സ്പീഡ് വരുന്നത് നമുക്ക് സിംഗിൾ സ്പീഡ് 1 വരുമ്പോൾ നമുക്ക് 1000 RPM വരും. സ്പീഡ് 2 ഇട്ട് കഴിഞ്ഞാൽ 1600 RPM ആയിരിക്കും. സ്പീഡ് 3 ഇട്ട് കഴിഞ്ഞാൽ 2200 RPM ആണ് വരിക. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെഷീനാണ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 6700 രൂപയാണ്. ഇത് ഇപ്പോഴത്തെ ഒരു ഓഫർ റേറ്റ് ആണ്. ചിലപ്പോൾ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ മാറാവുന്നതാണ് കേട്ടോ.
അതുപോലെ തന്നെ ഇതിന്റെ വാറണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്രഷ്ലെസ് മോട്ടറിന് നമുക്ക് 1 ഇയർ മോട്ടോർ വാറണ്ടി ഉണ്ട്. അതുപോലെ ബാറ്ററിക്ക് നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇത് ഇറങ്ങിയ സമയത്ത് ഇതിന്റെ മോട്ടറിന് 1.5 വർഷം വാറണ്ടി കൊടുത്തിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ഈ ഒരു കോംബോ ആയിട്ടുള്ള പാക്ക് വന്നതിലാണ് നമുക്ക് 1 ഇയർ ആയിട്ട് വാറണ്ടി ഒരു കുറച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും 1 ഇയർ വാറണ്ടിയിൽ നമുക്ക് ഇത്രയും നല്ലൊരു മെഷീൻ കിട്ടുന്നത് അടിപൊളിയാണ്. ഇത് ഏകദേശം 1 വർഷമായിട്ട് കൊടുക്കുന്ന വലിയ കാര്യമായിട്ടുള്ള കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഐബെലിന്റെ ആയതുകൊണ്ട് നമുക്ക് സർവീസ് 100% കിട്ടും. സർവീസ് നമുക്ക് എല്ലാ സ്പെയർ പാർട്സും സർവീസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. നമുക്കിത് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മുടെ ഇത് കൊടുത്ത 1 ഇയർ മുന്നേ നമ്മൾ കൊടുത്തൊരു കസ്റ്റമർ ഉണ്ട്. ആ ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് കൂടി നമുക്ക് കാണിച്ചു തരാം. നമ്മൾ തിരുവില്ലാമലയുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കാർ വർക്ക്ഷോപ്പിലാണ് നമ്മുടെ 500 മെഷീന്റെ എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പുള്ളിയോട് ചോദിച്ചേക്കാം. 1 വർഷമായിട്ട് പുള്ളി ഉപയോഗിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് അനിലേട്ടൻ്റെ B2B കാർ കെയർ തിരുവില്ലാമലയിലാണ്. എന്നാലും അനിലേട്ടൻ നമ്മുടെ 500 mm ഇമ്പാക്ട് റേഞ്ച് ഐബെലിന്റെ ഒരു വർഷമായിട്ട് അനിലേട്ടൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് തോന്നിയിട്ടുണ്ട്? ജസ്റ്റ് ഇതുകൂടെ എങ്ങനെയുണ്ട് ഇതിന്റെ ഫീഡ്ബാക്ക്? എന്തൊക്കെയാണ് അനിലേട്ടൻ തോന്നുന്നത്? നമുക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. കാരണം നമ്മളിപ്പോ അധികം നമ്മുടെ എയർലൈൻ ഇപ്പോൾ ആ ഫസ്റ്റ് ലിഫ്റ്റിന്റെ അവിടെ വരെ എയർലൈൻ ഉള്ളു. അപ്പൊ അവിടുന്ന് എത്താത്തത് എല്ലാം ഈ സാധനം തന്നെ അയച്ച് പുറത്തിട്ട് ചെയ്യാൻ ബാറ്ററി ലൈഫ് എത്രത്തോളം കിട്ടുന്നുണ്ട്? എന്തായാലും ഒരു 8-10 ദിവസം ആവറേജ് കിട്ടുന്നുണ്ട്. ഒരാഴ്ച എന്തായാലും ഇല്ല, ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. നിലവിൽ ഇതുവരെ ഒരു കംപ്ലൈന്റ് ഇല്ല. അത്യാവശ്യം നല്ല ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ആക്സിലേറ്റർ അടക്കം എല്ലാം അഴിക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒന്ന് അഴിച്ചു നോക്കിയിട്ട് അതിന്റെ പവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം. നല്ല ടോർക്ക് വരുന്ന നെട്ടാണല്ലേ ഇത്? ഇതാ ആക്സിലേറ്റർ ആണ്. അപ്പൊ അത്യാവശ്യം നല്ല ടോർക്ക് വരുന്നതാ. ഇതുവരെ നമുക്ക് സിമ്പിൾ ആയിട്ട് അഴിക്കാൻ പറ്റുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല. ഞാനിത് ഒരുപാട് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ബ്രേക്ക് ഡൗൺ ഒക്കെ വരുന്ന ഈ ടയർ പഞ്ചറൊക്കെ വരുന്ന സമയത്ത് ചെയ്യാറുണ്ട്. അതുപോലെ വീല് ജാമൊക്കെ വരുന്ന സൈറ്റ് കൂടി ചെയ്യേണ്ടത് നല്ല സൗകര്യമാണ്. അനിലേട്ടന്റെ വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മളൊരു ടെസ്റ്റ് അടിച്ചതും പുള്ളിയുടെ ഫീഡ്ബാക്ക് നമ്മൾ കണ്ടു. നമ്മൾ ഈ മെഷീന്റെ ബാറ്ററി ചാർജിങ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏകദേശം 2 മണിക്കൂറൊക്കെയാണ് ഇതിന്റെ ചാർജിങ് ടൈം വരിക, അതായത് ചാർജ് ചെയ്യാനുള്ള സമയം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇതാണ് ഇതിന്റെ ചാർജർ വരുന്നത്. ചാർജ് ചെയ്ത് കാണിച്ചിട്ട് കേട്ടോ. നമ്മളിതിൽ ജസ്റ്റ് ഇതിലോട്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. ചാർജ് കയറുന്ന സമയത്ത് നമുക്ക് റെഡ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പുറത്തെ ഇതിൽ ഗ്രീൻ ലൈറ്റിലോട്ട് വരും. നമുക്ക് ഊരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഊരി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഗ്രീനിലോട്ട് വരും. ഇങ്ങനെ ഗ്രീൻ ലൈറ്റ് വരും. പക്ഷെ ചാർജ് ചെയ്യുമ്പോൾ നമുക്കിതിൽ റെഡ് ലൈറ്റാണ് കത്തുക. അതുപോലെ തന്നെ ഇതിന്റെ ചാർജിങ് ഇൻഡിക്കേഷൻ എത്ര ചാർജ് ഉണ്ടെന്നുള്ളത് നമ്മുടെ ഈ ബാറ്ററിയിൽ ഇതിൽ കാണിക്കും. എപ്പോഴും ഇതിൽ 2 ഗ്രീനും 1 റെഡും ആയിട്ടാണ് ഉണ്ടാവുക. ഈ റെഡ് എപ്പോഴും ഇപ്പോൾ ചാർജ് ഏറ്റവും എൻഡ് പോയാലും ഈ റെഡാണ് കത്തി നിൽക്കുക. ഈ 2 ഗ്രീനാണ് നമുക്ക് എപ്പോഴും ചാർജിങ്ങിന്റെ എത്ര കട്ടയുണ്ടെന്നുള്ളത് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ എത്രയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ ബാക്കപ്പ് നല്ലൊരു ബാക്കപ്പ് ഉള്ള മെഷീനാണ്. ഐബെലിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബാറ്ററി സാധാരണ നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയും ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് വാങ്ങുമ്പോൾ വാറണ്ടി തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐബെലിന്റെ നമ്മളിപ്പോൾ ഈ ഒരു 4H ബാറ്ററി സെപ്പറേറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 4H ബാറ്ററിക്ക് നമുക്ക് 2500 രൂപയും 2 ആംപിയർ ബാറ്ററിക്ക് 1500 രൂപയാണ് സെപ്പറേറ്റ് വരിക. ഈ ബാറ്ററിക്ക് നമുക്ക് 1 ഇയർ വാറണ്ടി നിലവിൽ കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു സർവീസും അല്ലെങ്കിൽ അത്രത്തോളം നല്ലൊരു ക്വാളിറ്റിയും തരുന്ന ഒരു കമ്പനി തന്നെയാണ് ഐബെൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്നവര് ഫ്രണ്ട്സിനും അതുപോലെ ഈ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. കാരണം ഇത്രയും വാറണ്ടിയും പിന്നെ സ്പെയർ പാർട്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സ്പെയർ പാർട്സ് ഒക്കെ 8 സെറ്റ് ഇതിന്റെ പാർട്സ് അവൈലബിൾ ആണ്. ഐബെലിന്റെ ഒരു ഗുണം അതാണ്, ഇതിന്റെ ഒറിജിനൽ എല്ലാ പാർട്സും കമ്പനി തന്നെ സ്റ്റോക്ക് ഉണ്ട്. ആലുവ സർവീസ് സെന്റർ ഉണ്ട്. നമുക്ക് അത്രയും കാര്യങ്ങളെല്ലാം സപ്പോർട്ടുള്ള നല്ലൊരു കമ്പനി തന്നെയാണ് ഐബെൽ. അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.